I'm praying for your generation. Amen. ഞാൻ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി മുള്ളും പറക്കാരെയുമുള്ള ലോകത്താ അവര് ജീവിക്കുന്നത്. ഒത്തിരി കെയർഫുൾ ആയിട്ട് പോയില്ലെങ്കിൽ കാലയിൽ ഇടിച്ചു കയറാൻ നിൽക്കുന്ന, കുത്തി കയറാൻ നിൽക്കുന്ന, ഒത്തിരി മുള്ളും നല്ല ഫലങ്ങളെ ഇല്ലാതാക്കി ഞെരിച്ചു കളയുന്ന പറക്കാരകളും ഉള്ള കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ I'm praying for your generation. Amen. ഞാൻ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി മുള്ളും പറക്കാരെയുമുള്ള ലോകത്താ അവര് ജീവിക്കുന്നത്. ഒത്തിരി കെയർഫുൾ ആയിട്ട് പോയില്ലെങ്കിൽ കാലയിൽ ഇടിച്ചു കയറാൻ നിൽക്കുന്ന, കുത്തി കയറാൻ നിൽക്കുന്ന, ഒത്തിരി മുള്ളും നല്ല ഫലങ്ങളെ ഇല്ലാതാക്കി ഞെരിച്ചു കളയുന്ന പറക്കാരകളും ഉള്ള കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇസ്രായേലിന്റെ വെളിച്ചം, and the light of Israel shall be for a fire. Amen. Let us say everyone, fire. Fire. Amen. Is fire. Fire. അവരുടെ മേൽ നിൽക്കുന്ന എല്ലാ മുള്ളുകളും, അവരുടെ വഴികളിലുള്ള എല്ലാ മുള്ളുകളും, നിന്റെ തലമുറയുടെ വഴികളിലുള്ള എല്ലാ മുള്ളുകളും, നിന്റെ ജീവിതത്തിന്റെ നന്മകളെ ഞെരുക്കുന്ന പറക്കാരെ യേശുവിൻ നാമത്തിൽ കത്തിപ്പോകട്ടെ. എന്റെ ദൈവം ആരാണ്? എന്റെ ദൈവം വെളിച്ചമാണ്. അവൻ എന്തായി വെളിപ്പെടും? അവൻ എന്തായി വെളിപ്പെടും? അവൻ തീയായി വെളിപ്പെടും. അവൻ ജ്വാലയായിരിക്കും, കത്തും. നിനക്ക് വിരോധമായി നിൽക്കുന്നത് മുഴുവൻ, നിന്റെ ശരീരത്തിൽ നീ വഹിക്കുന്ന രോഗബന്ധനങ്ങൾ കത്തിപ്പോകട്ടെ. The Bible says, and is Holy One for a flame. Amen. The Holy One is a flame. Amen. Evangelist Reinhard Bonke എപ്പോഴും തന്റെ മീറ്റിംഗിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, is a flame. It's a flame. Amen. Flame. ഈ ഫ്ലെയിമാണ് അപ്പോസ്തലന്മാരുടെ ശിരസിന്റെ മുകളിൽ ഇറങ്ങി വന്നത്. ബൈബിൾ പറയുന്നു, പിളർന്ന അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. Thank you, Lord Jesus. I'm feeling the anointing. I'm feeling the anointing of God. It's a flame. ഫെലിസ്ത്യന്മാർ ശിംശോനെ പുതിയ കയറുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ ഇറങ്ങി വന്ന് ആ കയറ് ചണനൂൽ പോലെ അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലെടുത്ത് ഫെലിസ്ത്യരെ നിഗ്രഹിച്ച് കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്നവൻ എണ്ണിക്കയറി. ബൈബിൾ പറയുന്നു, സക്കറിയാവ് 2:5, ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും, ഒരു ക്ഷുദ്ര ജീവികളും നിന്റെ ഭവനത്തെ തൊടാതെ. ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. Jesus, because my God is the light. He is the light. He is the fire. He is the flame. Not a normal flame, holy flame.
യേശു കർത്താവ്. Who is Jesus? He is the light. He is the light. He is the marvelous light. Amen. He is an everlasting light. The Bible says, arise and shine. Amen. എഴുന്നേറ്റ് പ്രകാശിക്കുക. Amen. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Hallelujah. അന്ധകാരം ഭൂമിയെയും, യെശയ്യാ 60 പറയുന്നു, കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിക്കും. Amen. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ ഉദയശോഭയിലേക്ക്, പ്രകാശത്തിലേക്കും, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കും, ഒന്നിച്ചുകൂടി അവർ നിന്റെ അടുക്കലേക്ക് വരുന്നത് നീ കാണും. നിന്റെ പുത്രന്മാരെ ദൂരത്ത് നിന്ന് വരുത്തും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ നിന്റെ അടുക്കൽ കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടഞ്ഞ് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുത്ത് വരും. ജാതികളുടെ ധനം നിന്റെ അടുക്കൽ വരും. ഈ ദൈവം നിന്റെ മേൽ പ്രകാശിക്കുന്നു. I'm feeling the power. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, Amen. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. Amen. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. Amen. ഇന്നത്തെ ദൂത് അതാണ്. Amen. This is today message. He declared, God is light, and in him is no darkness at all. And in him is no darkness at all. My God is light. Amen. Light. What is the judgment? ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ ദൈവിക ന്യായവിധിയിൽ അകപ്പെടുന്നത്? വാട്ട് ഈസ് ദ റീസൺ? ഒരിക്കലും ഒരു കോടതി ഒരാളെ വെറുതെ ജഡ്ജ് ചെയ്യത്തില്ല. റീസൺ ഉണ്ടാകും. എന്താണ് അതിന്റെ റീസൺ? ഞാൻ ന്യായം വിധിക്കപ്പെടാൻ, ന്യായവിധിയിൽ ഒരു മനുഷ്യൻ അകപ്പെടാൻ വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 19, 20, 21 തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചതാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും, അവന്റെ വചനങ്ങളെ അവൻ തന്നിട്ടും, അത് നിങ്ങളെ കേൾപ്പിച്ചിട്ടും, അത് നിങ്ങളെ അറിയിച്ചിട്ടും, മനുഷ്യ നിന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ ഈ വെളിച്ചത്തെക്കാൾ, വെളിച്ചമാകുന്ന ക്രിസ്തുവിനേക്കാൾ, തന്റെ വചനത്തെക്കാൾ അധികം നീ ഇരുട്ടിനെ സ്നേഹിച്ചതിനാലാണ് നിനക്കുണ്ടാകാൻ പോകുന്ന ജഡ്ജ്മെന്റ്. 20-ാം വാക്യത്തിൽ പറയുന്നു, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. ചില ആളുകൾ പറയുന്നു ദൈവമില്ല, ദൈവത്തെ വേണ്ട. എന്താണ് അതിന്റെ കാരണം? അവന് തിന്മ പ്രവർത്തിക്കണം. ദൈവത്തെ അറിഞ്ഞാൽ, ദൈവ വഴിയിൽ സഞ്ചരിച്ചാൽ പിന്നെ അവന് തിന്മയിൽ നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ
14:1-2 വാക്യത്തിൽ പറയുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്തിനു വേണ്ടിയാണ് അവൻ ദൈവം ഇല്ലെന്ന് പറയുന്നത്? വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുവാൻ. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, ദൈവവചനത്തിൽ ജീവിച്ചാൽ വഷളനായി ജീവിക്കാൻ പറ്റുകയില്ല. മര്യാദയ്ക്ക് ജീവിച്ചേ പറ്റൂ. അവന് മര്യാദയ്ക്ക് ജീവിക്കാൻ മേല. ഇവന് മ്ലേച്ഛനായി ജീവിക്കണം, ഇവന് പാപത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി അവൻ കണ്ടുപിടിച്ച ഒരു അടവാണ് ഇതെല്ലാം. തട്ടിപ്പാണ്, ഇതെല്ലാം വെറുതെയാണ്, ദൈവം എന്ന് പറയുന്ന സംവിധാനമൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ എങ്ങോട്ടാ പോകുന്നത്? അവൻ പോകുന്നത് ബാറിലേക്കാണ്, അവൻ പോകുന്നത് വ്യഭിചാരശാലയിലേക്കാണ്, അവൻ പോകുന്നത് അവന്റെ വഴിയിലേക്കാണ്. കാരണം അവൻ ബുദ്ധിമാനാണെന്നല്ല ബൈബിൾ പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഉണ്ടെന്ന്, ഞങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ദൈവം ഉണ്ടെന്ന്. വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത കൈയുടെ അലർജിയും തൊലിപ്പുറത്തെ രോഗവും ഒറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യം പ്രാപിച്ചപ്പോൾ ആ മകൾ പറയുന്നു ദൈവം ഉണ്ടെന്ന്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അതാണ് യേശു എമ്മൗസിലേക്ക് കടന്നുപോയ കുടുംബത്തോട് പറഞ്ഞത്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. യേശു പറഞ്ഞ വാക്കാണ്. ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിന്നെ ആഭിചാരം ചെയ്ത് ശുദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞതാരാണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടും തെളിവാക്കി കാണിച്ചിട്ടും അനുഭവങ്ങളിലൂടെ കാണിച്ചിട്ടും സത്യത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചു ജീവിക്കുന്ന നിന്റെ ഹൃദയത്തെ ആരാണ് ബന്ധിച്ചത്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുട്ടിനെ സ്നേഹിച്ചതാണ്. ഹല്ലേലൂയ. അതിന്റെ 21-ാം വാക്യം, സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടുത്തേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയിലെത്താൻ ആഗ്രഹിക്കുന്നവൻ, മരണാനന്തര ജീവിതം നരകത്തിലല്ല ദൈവത്തോടൊപ്പം നിത്യതയിൽ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്നു. അവൻ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരും. അതിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച ഈ ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.